ഫ്രാൻസിൽ ഒരു വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന മലയാളി ട്രക്ക് ഡ്രൈവർമാർ നിരപരാധികളെന്ന് കുടുംബം. കേരള സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യം ശക്തമാകുന്നു. എറണാകുളം കുമ്പളങ്ങി സ്വദേശികളായ ഷാജിയും ഡിസ്നിയും ഒരു വർഷത്തിലേറെയായി ഫ്രാൻസിലെ ജയിലിൽ കഴിയുകയാണ്. 2024 ജൂൺ 14 സ്പെയിനിൽ നിന്ന് ഇറ്റലിയിലേക്ക് ട്രക്കിൽ ലോഡുമായി പോവുകയായിരുന്നു. ഫ്രാൻസിന്റെ ബോർഡറായ ഫ്രെജൂസ് ടണലിൽ വെച്ച് ചെക്കിങ്ങിനിടയിൽ ഇവർ ഓടിച്ച ട്രക്കിൽ നിന്ന് 147 കിലോ കൊക്കൈൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരെ കസ്റ്റഡിയിൽ ചെയ്തത്. ട്രക്ക് ഡ്രൈവർമാരായ ഇവർക്ക് ലോഡിനിടയിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നതിനെ കുറിച്ച് ഒരറിവുമില്ലായിരുന്നുവെന്ന് കുടുംബവും യുവാക്കളും അവകാശപ്പെടുന്നു. എന്റെ ഹസ്ബൻഡ് ഷാജിയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഡിസ്നിയും ഒരു വർഷവും 2 മാസമായിട്ട് ഫ്രാൻസിലെ ജയിലിലാണ്. ചെയ്യാത്ത തെറ്റിലാണ് അവരവിടെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും പറയണത് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്നാണ് പറയണത്. ഇവിടെ നിന്ന് കുറെ സ്വപ്നങ്ങളായിട്ടാണ് വിദേശത്തേക്ക് പോയത്. ഞങ്ങൾ പോന്ന് ഏകദേശം ഫ്രാൻസ് കഴിഞ്ഞ് ഇറ്റലിക്ക് പോണ വഴിക്ക് ഫ്രെജൂസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ടോൾ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഞങ്ങളെ കസ്റ്റംസ് കൈ കാണിക്കണേ. ഞാൻ ആ വണ്ടി ഓടിച്ചോണ്ടിരിക്കണത്. വണ്ടി കൈ കാണിച്ച് നോർമലി നമ്മൾ വണ്ടി കാണിക്കുമ്പോൾ നമ്മൾ നിർത്തണോട്ട് അവർ നിർത്തുമ്പോൾ സൈഡ് ഒതുക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഒതുക്കി. കസ്റ്റംസ് ആണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പിന്നീട് പറഞ്ഞപ്പോഴാണ് അറിയണം. വണ്ടി ഒതുക്കി ഞങ്ങൾ വന്ന് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങളുടെ ലോഡെന്ന് വെച്ചാൽ ഇറ്റലിക്കാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് അവനാണ് കാര്യങ്ങളെല്ലാം അറിയാവുന്നത്. അവനെല്ലാം സംസാരിച്ച് അപ്പോൾ അവർ പറഞ്ഞ് ബാക്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു, ട്രailer ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. കാർഗോ മറ്റേ ഫ്രിഗോ ട്രailerമാണ്. അപ്പോൾ പറഞ്ഞ് എന്താ ലോഡെന്ന് വെച്ചപ്പോൾ കാർഗോയാണ്, എയർ കാർഗോയാണെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി ട്രailer സീൽ ചെയ്തേക്കണായിരുന്നു. കമ്പനി നമുക്ക് സീൽ ചെയ്ത് തരുള്ളൂ അങ്ങനെ. അപ്പോൾ സീലിലാണ് സാറേ എന്ന് പറഞ്ഞപ്പോൾ സീൽ പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ പൊട്ടിക്കണത് ശരിയല്ല, നിങ്ങൾ തന്നെ പൊട്ടിച്ചിട്ട് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ അവർ തന്നെ പൊട്ടിച്ച് അവർ നോക്കിയിട്ട് കാർഗോൻ്റെ ഉള്ളിലൊന്നും അവർക്ക് നോട്ടത്തിൽ മനസ്സിലായില്ല. അവരങ്ങനെ നേരെ വണ്ടി പറഞ്ഞ് ഇത് വിശദമായിട്ട് പരിശോധിക്കണം, ഡോസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം നോക്കിയിട്ട് വണ്ടി രണ്ടാമത് എടുപ്പിച്ചിട്ട് അവരുടെ യാർഡിൽ കൊണ്ടുപോയി ഇതിൻ്റെ ഉള്ളിലെ കാർഗോൻ്റെ ലോഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും മുമ്പിലായിട്ട് 5 ബ്രിക്കേഴ്സിൽ ഇതിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് പിടിക്കണേ. കൊക്കൈൻ 147 കിലോ എന്തുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ കൈകാലം പറിച്ചു. എൻ്റെ സുഹൃത്തിനും ഇതറിയില്ല. അവന് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷത്തിനടുത്തായിരുന്നു. അപ്പോൾ അവനും ഇതായിപ്പോയി. അവൻ പറയണ ഇത് എന്തെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പിടിച്ചപ്പോൾ മുതലേ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ ആരും നമ്മളെ ഇട്ട് കൊടുത്തിട്ടാണ് തോന്നിയത്. കാരണം വണ്ടി വരുന്നത് ലോങ്ങിൽ നിന്ന് ഇവർ കണ്ടിട്ടാണ് ഇവർ കൈ കാണിച്ചായിട്ട് എനിക്ക് മനസ്സിലായിരുന്നു. ഞാനാണല്ലോ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചത്. എനിക്ക് ലോങ് സൈഡിൽ തന്നെ ഇവരെ കാണാമായിരുന്നു. അപ്പോൾ ഇവർ വണ്ടികൾ നോക്കിയിട്ട് നിന്നിട്ടാണ് പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ന കമ്പനിയിലെ അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പോൾ ആദ്യം ഒരു 3-4 മണിക്കൂറേ ആകെ വണ്ടി ഓടിച്ചുള്ളൂ. അപ്പോഴാണ് ഫ്രാൻസിന്റെ ബോർഡറിൽ വെച്ചിട്ട് പോലീസ് കൈ കാണിച്ച് വണ്ടി നിർത്തി. അപ്പോൾ പേപ്പറെല്ലാം അവർക്ക് കൊടുത്തപ്പോഴേക്കും അവർ പറഞ്ഞ് സീൽ ചെയ്തിരിക്കണ വണ്ടിയാണ് അത്, അപ്പോൾ അത് പൊട്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അത് പൊട്ടിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഏത് സ്ഥലത്താണ് കൊണ്ടുപോയി അവിടെയാണ് കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. അപ്പോൾ പോലീസ് അവരുടെ ഇതിൽ തന്നെ അവരത് പൊട്ടിച്ച് അവരത് ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടുകിട്ടിയത്. സ്ലോവാക്യയിൽ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറിയ ആദ്യ ട്രിപ്പിൽ തന്നെയാണ് ഈ ദുരനുഭവം ഇവരെ തേടിയെത്തിയത്. ഷാജിയുടെ ഭാര്യ ലിസിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് മൊറോക്കോ സ്വദേശിയായ കമ്പനി ഉടമ കമ്പനി പൂട്ടി രാജ്യം വിട്ട് ദുബായിൽ മറ്റൊരു കമ്പനി തുടങ്ങിയതായി സംശയിക്കുന്നു. ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം കമ്പനി ഉടമകളുടെ അറിവോടെയാകാമെന്നും അതാണ് രാജ്യം വിടാൻ കാരണമെന്നും ഷാജിയുടെ ഭാര്യ ആരോപിക്കുന്നു. ഇവർക്ക് ഭാഷയുടെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇവര് പറഞ്ഞായിരുന്നു ഇവർ തെറ്റുകാരല്ല, ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവർ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരെയും കയ്യിൽ വിലങ്ങ് വെച്ചിട്ടാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭാഷക്ക് ഫ്രഞ്ച്, എല്ലാവരും തന്നെ ഫ്രഞ്ചാണ് സംസാരിക്കുന്ന. ആകെ 1-2 പേർക്ക് ഇംഗ്ലീഷ് അറിയാം. അത് അത്ര നല്ല ഫ്ലുവന്റ് അല്ലെന്നാണ് പറയണത്. നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചിട്ടാണെങ്കിലും അവർക്ക് അത് മനസ്സിലാവുന്നുണ്ടായില്ല. 2 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ കോള് വന്ന് വരാത്തതുകൊണ്ട് ആകെ ടെൻഷനായിരുന്നു.
ഇപ്പൊ ഡിസ്നിയുടെ വൈഫിനെ വിളിച്ചു ചോദിച്ചപ്പോഴേക്കും അവരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ ടെൻഷനായി. ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് അറിയാൻ പറ്റണില്ലാന്ന്. അങ്ങനെ ആണ് നമ്മള് ഹൈബീഡ് NB വഴിയായിട്ട് നമ്മള് റിക്വസ്റ്റ് ഇങ്ങനെ കൊടുത്ത് 2 ഇന്ത്യൻസിനെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് നമ്മള് എംബസി വഴിയായിട്ട് നമ്മള് അപേക്ഷ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് 2 ഇന്ത്യൻസ് ഫ്രാൻസിലെ ജയിലിൽ ഇതായിട്ടുണ്ടെന്ന് അറിഞ്ഞത്. എംബസി വഴി അഡ്വക്കേറ്റിനെ വെച്ചെങ്കിലും ഒന്നും ആയിട്ടില്ല, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അഡ്വക്കേറ്റ് വഴിയായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് ഫ്രാൻസിലുള്ള ആരെങ്കിലും ഗ്യാരണ്ടറായിട്ട് നിൽക്കണമെങ്കിൽ അവരെ റിലീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ നമുക്ക് അവിടെ ഫ്രാൻസിൽ നമുക്ക് ആരെയും പരിചയമില്ല, നമുക്ക് ആരും ഇല്ല. നമ്മള് അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറെ ശ്രമിച്ചെങ്കിലും നമുക്ക് ആരെയും കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ വിസയുടെ കാലാവധി തീർന്ന് ഇനിയുള്ളത് പാസ്പോർട്ട്, അത് 10ാം മാസം പാസ്പോർട്ടിന്റെ കാലാവധി തീരും. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും സാധിക്കാണ്ടായി പോകും. ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ അധികാരികളുടെ മുന്നിൽ കൊണ്ടുകൊണ്ട് വരണം. ഡീപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും അവർ നാട്ടിലേക്ക് അഴകണം. ചെയ്യാത്ത തെറ്റിനാണ് അവർ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചുറ്റും ചെയ്തെന്ന് പറയാം. ഇത് ചെയ്യാത്ത തെറ്റിനാണ് അവരവിടെ കിടക്കുന്നത്. ഇത്രയും വേഗം അധികാരികൾ ഇത് കണ്ട് ഇത്രയും വേഗം അവരെ റിലീസ് ചെയ്ത് നാട്ടിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഷാജി വാട്സപ്പിലൂടെ അയച്ച ശബ്ദ സന്ദേശം ഹൃദയഭേദകമാണ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായാണ് കൊക്കൈൻ കാണുന്നത്. ലോഡ് യാർഡിൽ നിന്ന് കയറ്റിയപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇതുപോലൊരു ചതി ആർക്കും ജീവിതത്തിൽ പറ്റരുത് എന്നാണ് ഷാജി പറയുന്നത്. സാധാരണ ഡ്രൈവർമാർക്ക് ലോഡിൽ എന്താണെന്ന് വ്യക്തമായ അറിവ് ലഭിക്കാറില്ലെന്നും ഇത് യുവാക്കളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയെന്നും കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. ട്രക്ക് ലഹരി വസ്തുക്കൾ എങ്ങനെ എത്തിയെന്ന് വ്യക്തമല്ലാത്ത വേളയിൽ കമ്പനി ഉടമയുടെ പലായനം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഫ്രഞ്ച് ഭാഷയിലുള്ള തടസ്സവും നിയമസഹായം ലഭിക്കാത്തതും ജയിൽ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതും യുവാക്കളെ തളർത്തുന്നുണ്ട്. കുടുംബവുമായി സ്ഥിരമായി ബന്ധപ്പെടാൻ കഴിയാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കുടുംബം പുലർത്താനാണ് ഷാജിയും ഡിസ്നിയും സ്ലൊവാക്യയിൽ ട്രക്ക് ഡ്രൈവർമാരായി ജോലിക്ക് പോയത്. എന്നാൽ സ്പെയിനിൽ നിന്ന് ഇറ്റലിയിലേക്കുള്ള ആദ്യ ട്രിപ്പിനിടെ ഫ്രാൻസിലെ ഫ്രെജൂസ് ടൗണിൽ വെച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിച്ചപ്പോൾ ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു. ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് യുവാക്കൾ ജയിലിൽ നിന്ന് അയച്ച സന്ദേശത്തിൽ അവകാശപ്പെടുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഫ്രാൻസിലെ ഇന്ത്യൻ എംബസിയും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. എന്നാൽ ഫലപ്രദമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ പ്രാദേശിക നേതാക്കളും പ്രവാസി സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഈ സംഭവം വിദേശത്ത് തൊഴിൽ തേടുന്ന മലയാളികൾ നേരിടുന്ന പ്രതിസന്ധികളെ വെളിവാക്കുന്നു. ഷാജിയുടെയും ഡിസ്നിയുടെയും മോചനത്തിനായി നയതന്ത്ര തലത്തിൽ ശക്തമായ ഇടപെടലുകൾ വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രവാസികൾക്ക് മെച്ചപ്പെട്ട നിയമസഹായവും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. കേസിൽ പുരോഗതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ.